കർക്കിടക വാവ് ബലിയാണ്. ആ, നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ഇടങ്ങളിലായി പിതൃതർപ്പണം നടത്തിയിരിക്കുന്നു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് കൊല്ലം തിരുമുല്ലാവാരം. കേട്ട് കാണുമല്ലോ. പക്ഷേ അവിടെ ദേവസ്വം ബോർഡാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ വളരെ വേദനയോടുകൂടിയാണ് തിരിച്ചു മടങ്ങിയത്. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഒരു അനാസ്ഥയാണ് കാരണമെന്ന് തോന്നുന്നു. ആർക്കും തന്നെ സന്തോഷത്തോടെ അല്ലെങ്കിൽ പിതൃക്കൾക്ക് ആ ഒരു തർപ്പണം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ തുടങ്ങിയ ദേവസ്വം ബോർഡുകളുണ്ട്. ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു. ആ ദേവസ്വം ബോർഡുകളിൽ ഏത് ദേവസ്വം ബോർഡാണ് ഭക്തജനങ്ങളുടെ ഹിതവും സൗകര്യവും ഒക്കെ മാനിച്ചുകൊണ്ട് ഈ ക്ഷേത്ര ആചാരങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊക്കെ ചെയ്യാൻ സൗകര്യമൊരുക്കുന്നത്? ഏത് ദേവസ്വം ബോർഡുണ്ട്? ഈ ഭക്തരുടെ പണം കൊള്ളയടിക്കുക, ആ വാക്ക് തന്നെ പറയണം, എന്നുള്ളതല്ലാതെ ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റെന്താണ് പറയേണ്ടത്? ഇപ്പോൾ ഈ തിരുമുല്ലവാരത്ത് നടന്ന സംഭവം ഒറ്റപ്പെട്ടതല്ല. കേവലം കൊല്ലം ജില്ലയിലെ ഒരു തിരുമുല്ലവാരം എന്ന് പറയുന്ന ബലിക്കടവ്, കടലോരമാണ്, നമുക്കറിയാം. പിന്നെ ആ തിരുമുല്ലവാരത്ത് മാത്രം നടന്ന ഒരു സംഭവമാണ് ഇത് എന്ന് കരുതിയാൽ തെറ്റി. ഇത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മിക്ക ക്ഷേത്രങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. അവിടെ ബലിയിടാൻ നൂറുകണക്കിന് ആൾക്കാർ വന്നു ചേരും എന്ന് എല്ലാവർക്കും അറിയാം. വർഷം മുന്നോട്ട് പോകും തോറും ഇത്തരം കാര്യങ്ങൾക്ക് ആൾക്കാർ, ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ്, അല്ലേ? ഇപ്പോൾ വർഷത്തിലൊരിക്കൽ പിതൃതർപ്പണം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിച്ചിരിക്കുന്നവർ അവരുടെ മരിച്ചുപോയ പൂർവികരെ സ്മരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ചില ചടങ്ങുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ തർപ്പണം, ബലിതർപ്പണം, കർക്കിടക വാവ് അല്ലെങ്കിൽ ശിവരാത്രി. ഈ ദിവസങ്ങളിലൊക്കെയാണ് കേരളത്തിൽ, അത് പലയിടത്തും. ഇപ്പോൾ നമ്മൾ മധ്യ കേരളത്തിലേക്ക് പോയ എറണാകുളത്തേക്കൊക്കെ പോയാൽ അവിടെ ആലുവ ശിവരാത്രി വളരെ വിശേഷമാണ്, അല്ലേ? അന്നാണ് അവർ ബലിതർപ്പണം നടത്തുന്നത്. ഈ തെക്കൻ കേരളത്തിൽ കർക്കിടക വാവിനാണ് കൂടുതലും ബലിതർപ്പണം നടത്തുന്നത്. അപ്പോൾ ഇത് മുൻകൂട്ടി എല്ലാവർക്കും അറിയാം. ഇത് ഒരു ദിവസം രാവിലെ അങ്ങ് പ്രഖ്യാപിക്കുകയല്ലോ, നാളെ ബലിതർപ്പണമാണ് എന്ന് പ്രഖ്യാപിക്കുകയല്ലോ. ഒരു വർഷത്തെ കലണ്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് എന്നാണ് ഓണം വരുന്നത്, എന്നാണ് വിഷു വരുന്നത്, അല്ലേ? എന്നാണ് ബലിതർപ്പണം വരുന്നത്, കർക്കിടക വാവ് എന്നാണെന്നൊക്കെ നേരത്തെ അറിയാം. അപ്പോൾ അതിനനുസരിച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണ്ടേ? അത് ദേവസ്വം ബോർഡുകൾ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അവർ കൂപ്പൺ അടിക്കും, 100 രൂപ ഒരാളിന് ബലിയിടാൻ 100 രൂപ കൂപ്പൺ, തിലഹവനത്തിന് 100 രൂപ കൂപ്പൺ. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഭാര്യയും കൊണ്ട് ബലിയിടാൻ പോയിരുന്നു. പക്ഷെ ഞാൻ പോയത് ശംഖുമുഖം കടപ്പുറത്താണ്. അവിടെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയുണ്ട്, വിശ്വഹിന്ദു പരിഷത്തുണ്ട്, SNDP ഉണ്ട്, അങ്ങനെ പലരുടെയും കൗണ്ടറുണ്ട്. ഞാൻ ചെന്നപ്പോൾ ആദ്യം കണ്ട കൗണ്ടർ ഹിന്ദു ഐക്യവേദിയുടെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി. അവിടെ ചെന്നു, കൃത്യമായിട്ട് 100 രൂപ കൂപ്പൺ കൊടുത്തു, ടിക്കറ്റ് എടുത്തു. ഭാര്യ അകത്ത് പോയിട്ട് അവരുടെ ഇതിൽ മഴ നനയാതെ നിന്ന് ബലിയിടാനുള്ള സൗകര്യം അവർ ഏർപ്പെടുത്തിയിരുന്നു. തിരക്കൊക്കെ ഉണ്ട്, അത് കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനോടൊത്ത് സഹകരിക്കണം. കാരണം ഇത്രയും ആൾക്കാർ വരുന്നതല്ലേ, ഞാൻ മാത്രമല്ലല്ലോ. അപ്പോൾ തിരക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവർക്കും ഒരാളിനെ പോലും എന്താ പറയുക, ആ ചടങ്ങുകളിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടാകാൻ അല്ലെങ്കിൽ പോരായ്മ ഉണ്ടാകാൻ അവർ അനുവദിച്ചില്ല. അപ്പുറത്ത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കൗണ്ടറിലും അതുപോലെ തന്നെ, അവിടെയും മഴ നനയാതെ നിന്ന് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. SNDPയുടെ കൗണ്ടറും അങ്ങനെ തന്നെ. ഇനി അല്ലാതെ സ്വകാര്യമായിട്ട് ചില പൂജാരിമാർ ഇവരിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് പിന്നെ പണം അടച്ച് അവരും ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, വഴക്കില്ല, പരാതിയില്ല, ബഹളമില്ല, ഒന്നുമില്ല, വളരെ കൃത്യമായിട്ട് നടക്കുന്നു. പിന്നെ എന്തേ ഈ ദേവസ്വം ബോർഡിൻ്റെത് മാത്രം ഇങ്ങനെ വരുന്നത്? അപ്പോൾ അത് അനാസ്ഥയാണ്, കെടുകാര്യസ്ഥതയാണ്. യവറ്റകൾക്ക് ഇതൊക്കെ മതി, ഇതാണ് മനോഭാവം. ഹൈന്ദവ ക്ഷേത്ര വിശ്വാസികളെ, ഭക്തരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ആണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ കരുതുന്നത് എന്ന ആക്ഷേപത്തിന് ഒരു കുറവും ഇല്ല. ആ ആക്ഷേപം
പലപ്പോഴും സത്യമാണ് എന്ന് നമുക്ക് ചില അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ഈ പിതൃതർപ്പണത്തിലൂടെ ഈ ഒരു ദിവസത്തിലൂടെ തന്നെ ലക്ഷങ്ങളായിരിക്കാം വരുമാനമായിട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അതിൽ പോലും അനാസ്ഥ വരിക. കാരണം 100 200 പേര് നോക്കൂ, ഒരു 1000 പേര് വന്നാൽ തന്നെ 100 രൂപ വെച്ച് എത്ര രൂപ അല്ലേ? 1 ലക്ഷം രൂപയായി. മാത്രമല്ല അതിനപ്പുറം ദക്ഷിണയായാലും മറ്റുള്ള കാര്യങ്ങളും അല്ല, അതൊക്കെ പൂജാരിമാർക്കൊക്കെ കിട്ടുന്നതാണ്. അത് പോട്ടെ. ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ വരുമാനം എത്രയാണ്, ഇതിന് എത്ര ചെലവ് വരും? ഈ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങളിൽ 1000 പേരാണോ ഒരു കടവിൽ ബലിയിടാൻ വരുന്നത്? മാത്രമല്ല ഇതിൽ ശംഖുമുഖത്ത് ആ ഹിന്ദു ഐക്യവേദിയുടെ കൗണ്ടറിൽ മാത്രം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു സമയം ഹിന്ദു ഐക്യവേദിയുടെ കൗണ്ടറിൽ ഏറ്റവും കുറഞ്ഞത് 100 പേർക്ക് നിന്ന് ബലിയിടാം. 4 ലൈനായിട്ടാണ്. ഇത് ഇവര് പറയുന്നത് ഒരു സമയം 200 പേര് ഇടേണ്ടുന്നിടത്താണ് 500 പേര് അവിടെ കൊണ്ടുവന്ന് വരുന്നത്. അതാണ് കുഴപ്പം. അവിടെ എന്താ, അതായത് അമിത ലാഭം പ്രതീക്ഷിച്ച് ഈ വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രം ഒരുക്കി ചെലവ് ചുരുക്കി പരമാവധി ലാഭം കൊയ്യാൻ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ലാഭം കൊയ്യാനുള്ളൊരു ബിസിനസ് സ്ഥാപനമല്ല. ഭക്തർക്ക് അവരുടെ ആ എന്താ പറയുക, അവരുടെ മനസ്സിൻ്റെ സങ്കല്പം, അവരുടെ ഭക്തി, അതൊക്കെ പൂർണ്ണമായിട്ടും നിറവേറ്റാനുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രവും ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. മാത്രമല്ല ഇതിലിപ്പോ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, ഒരാൾക്ക് കൊടുത്ത ബലി തന്നെയാണ് ഇങ്ങോട്ട് മാറ്റി ആള് ഉപയോഗിച്ച പിണ്ടം അടുത്ത ആളെടുത്ത് വെക്കുകയാണ്. ഇത് എന്ത് ന്യായമാണ്? അതെ, എത്ര മോശമാണത്. ഒരാള് സമർപ്പിച്ച നമ്മളെ ഇതെന്താന്ന് വെച്ചാൽ ആ പിണ്ടം ഇതെല്ലാം കഴിഞ്ഞ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ അതുകൊണ്ട് ഒഴുകുന്ന ജലത്തിൽ സമർപ്പിക്കും, അല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കും. അതാണ് ഇപ്പം ശംഖുമുഖം പോലെയുള്ള കടപ്പുറത്ത് ബലിക്കടവുകളിലൊക്കെ അത് ഒഴുകുന്ന വെള്ളത്തിലേക്ക് തിരയടിച്ച് വരുമ്പോൾ അതിനെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പിണ്ടം സമർപ്പിക്കുകയാണ്. പിണ്ടം സമർപ്പയാമി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരാൾക്ക് കൊടുത്തത് ഇത് ഒരാൾക്ക് കൊടുത്തതിനെ എടുത്ത് അടുത്ത ആളും വെച്ച് ചെയ്യേണ്ട അവസ്ഥ. അല്ല, ഇത് ഇപ്പൊ ഈ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഈ ചില ക്ഷേത്രങ്ങളിൽ ഇതുപോലെ നമ്മൾ പുത്തരി ഇങ്ങനെയൊക്കെ നടക്കുമല്ലോ, ഇത് ദേവന് പുതുതായിട്ടുള്ളത് വേണം കൊടുക്കാൻ. അതെ, ഒരിക്കൽ നേദിച്ച പറ തന്നെ പിന്നെ ഇട്ടുകൊടുക്കും. പക്ഷെ ഇതില് ഭക്തര് കൊടുക്കുന്നുണ്ട്, അത് അവിടെ എത്തുന്നില്ല. ഭക്തര് കൊടുക്കുന്ന ഇവർ ഉപയോഗിക്കുന്നില്ല. ഭക്തര് പറയിടണം, ശരി, ഒരു പറയ്ക്ക് 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ അല്ലെങ്കിൽ 100 രൂപ പോട്ടെ, എത്രയെങ്കിലും ആവട്ടെ, പണം അടയ്ക്കുന്നു, രസീത് എഴുതുന്നു, പേരും നാളും ഒക്കെ പറയുന്നു. പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ പേര് കുട്ടപ്പൻ ആണെങ്കിൽ കുട്ടപ്പൻ്റെ നക്ഷത്രമൊക്കെ പറഞ്ഞ് പറ അവിടെ ഇടുന്നു. അതേ പറ തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത ആള് രാഘവൻ. അല്ല, ഇവരിത് ഒരു ബിസിനസ് സാർ പറഞ്ഞതുപോലെ ബിസിനസ് ആക്കി മാറ്റുന്നത് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ മുതലെടുക്കുകയാണ്, ചൂഷണം ചെയ്യുക. കൂടുതൽ ഹിന്ദു വിശ്വാസങ്ങൾക്കാണ്. അല്ല, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഹിന്ദു സ്ഥാപനമാണല്ലോ. അവിടെ വളരെ മറ്റൊരു വിശ്വാസങ്ങളുടെ ഇടയിൽ ഒരു സർക്കാരും ഇടപെടുന്നില്ല. അത് അവിടെ ഒന്നും ബോർഡൊന്നുമില്ല. ഇനി രസകരമായ മറ്റൊരു കാര്യം ഞാൻ പറയാം, ഹിന്ദുക്കളല്ലാത്തവരും വന്ന് ബലിയിടുകയും തർപ്പണം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ആൾക്കാരുടെ, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസമാണ്. അതിനെയൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത ഏത് വിശ്വാസവും നമുക്ക് പിന്തുടരാം. അതിന് ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ അതിനെ ചൂഷണം ചെയ്യുക, അതിനെ ഒരു ലാഭം ഉണ്ടാക്കാനുള്ള, പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് അതിനെ അധപ്പതിപ്പിച്ച് കളയുകയാണ്. ഈ ഒരു നിലവാരത്തിൽ നിന്ന്, ഈ ചിന്തയിൽ നിന്ന് ദേവസ്വം ബോർഡുകൾ മുക്തരാകാതെ കേരളത്തിലെ ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ച ഭക്തസമൂഹവും ഒന്നും ഇപ്പൊ വന്ന വിശ്വാസികളെ വേദനിപ്പിക്കുന്നത്. കാരണം ഒരു വർഷം ഒരു ദിവസം കിട്ടുന്നത്, അവര് വ്രതശുദ്ധിയോടെയാണ് വരുന്നത്, ഈ ദിവസം കാത്തിരുന്ന് വരുന്നത്, തന്റെ പിതൃക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണമാണ്. അപ്പൊ അതിലൊരു അനാസ്ഥയും അഴിമതിയും കാണിക്കുക എന്ന് പറയുന്നത് പൊറുക്കാൻ പറ്റാത്ത ഒരു ഇത് തെറ്റാണ്. തീർച്ചയായിട്ടും ഇതിന് കാരണക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ വേണം, അതിലൊരു സംശയം. ഇത് തിരുമുല്ലാവാരത്ത് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ ഇപ്പോൾ ഈ ബലിതർപ്പണം മാത്രമല്ല, തിലഹോമം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു വരുമാന മാർഗം മാത്രമായിട്ട്, വരുമാന സ്രോതസ്സായിട്ട് മാത്രം ദേവസ്വം ബോർഡുകൾ കാണുകയാണ്. ഇത് മാറേണ്ട കാലം കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ശബരിമലയിലടക്കം ഹൈക്കോടതി നിരവധി തവണ ഇടപെട്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും. അതുപോലെ ഇത് ഈ ജനാധിപത്യ സർക്കാരുകളല്ല ബോർഡുകൾ ഭരിക്കേണ്ടത്, അത് ഭക്തസമൂഹമാണ് ഭരിക്കേണ്ടത്. ഭക്തർ അവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ വേണം ബോർഡുകൾ ഭരിക്കാൻ. അങ്ങനെ ഭരിക്കാൻ വന്നാൽ ബോർഡുകളിൽ സ്ഥിതിക്ക് വ്യത്യാസമുണ്ടാകും, അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും.
ഇല്ലെങ്കിൽ അതിനകത്ത് ഉഴപ്പുന്നവരെ, അല്ലെങ്കിൽ അലസത കാട്ടുന്നവരെ, അതിനകത്ത് കള്ളത്തരം കാണിക്കുന്നവരെ കൃത്യമായിട്ട് കണ്ടെത്തി ശിക്ഷിക്കാൻ സാധിക്കും. ഇത് കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡുകളിൽ നടക്കുന്നത്. ഇത് ദേവസ്വം ബോർഡുകൾ വെള്ളാനകളായി മാറിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. ഈ പറയുന്നത് പോലെ ഭക്തരുടെ പണം തിന്നു തീർക്കുന്ന ഒരു ഏജൻസിയായി ദേവസ്വം ബോർഡുകളെ പരിപൂർണമായും മാറുന്നതിന് മുമ്പേ ഇത് തടയണം. കൃത്യമായിട്ടും ഭക്തരുടെ ആവശ്യങ്ങളും അവരുടെ പ്രാർത്ഥിക്കാനും അവരുടെ അനുഷ്ഠാനങ്ങൾ നടത്താനും വേണ്ടുന്ന സൗകര്യങ്ങൾ ക്ഷേത്രങ്ങളിലടക്കം ഒരുക്കേണ്ടതാണ്. അതിന് ഇനിയും അമാന്തിച്ചുകൂടാ. അതിൽ കൃത്യമായിട്ട് സമൂഹം അതിലേക്ക് ഉണർന്നു വരണം. ദേവസ്വം ബോർഡുകളെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.